ഏഴാം ക്ലാസ് തജ്വീദുൽ ഖുർആനിൽ പാദവാർഷിക പരീക്ഷയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും എന്നും വളരെ വിശദമായി പറയുന്ന ഒരു വീഡിയോയാണിത്. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് സമയം കളയാതെ ചോദ്യങ്ങൾ വായിക്കാം. ഒന്നാമത്തെ സെക്ഷൻ യോജിപ്പിക്കാം. 1. ഖുർആനിൻ്റെ ക്രോഡീകരണമാണ്. ഇടതുഭാഗത്തെ കോളത്തിൽ നിന്ന് അതിനോട് യോജിച്ചത് എടുത്ത് എഴുതണം. ജം ഉൽ ഖുർആൻ, അതാണ് അവിടെ ഉത്തരം. 2. ഖുർആനിൻ്റെ ആശയം മാറിപ്പോകുന്ന പിഴവിനാണ് ലഹ്നുൽ ജലി എന്ന് പറയുന്നത്. മൂന്നാമത്തത് സിഫത്ത്, ഉന്നത്ത് എന്നിവയിലോ നിയമങ്ങളിലോ വരുന്ന പിഴവുകൾക്കാണ് ലഹ്നുൽ ഖഫീ എന്ന് പറയുന്നത്. 4. ഖിറാഅത്തിൻ്റെ ഇമാമിങ്ങൾക്ക് പറയുന്ന പേര് ഖാരി എന്ന് പറയും. ഉത്തരം ഖാരിയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇമാമിൻ്റെ ഖിറാഅത്ത് ശൈലി പ്രചരിപ്പിച്ച ശിഷ്യനാണ് റാവി. 6. അറബി അക്ഷരത്തിൻ്റെ ശബ്ദ സ്വഭാവങ്ങൾക്ക് പറയുന്ന പേരാണ് സിഫത്ത് എന്ന്. ഏഴാമത്തത് ശബ്ദം പുറപ്പെടുന്ന സ്ഥലം മഖ്റജ് എന്നാണ് ഉത്തരം. നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. 2 വീതം എഴുതുക. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് 2 മാത്രം എഴുതിയാൽ മതി ഈ സെക്ഷനിൽ. അതിൽ 3 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ അയച്ചു കൊടുത്ത പട്ടണങ്ങൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ അയച്ചു കൊടുത്ത പട്ടണങ്ങൾ നമുക്ക് നോക്കാം. മക്ക, മദീന, കൂഫ, ബസ്ര, യമൻ. ഇങ്ങനെ 5 പട്ടണങ്ങളിലേക്കാണ് അയച്ചു കൊടുത്തത്. നമ്മൾ അതിൽ നിന്ന് 1 എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം, അറബി അക്ഷരങ്ങളുടെ സിഫത്തുകൾ. നിങ്ങൾക്ക് സ്ക്രീനിൽ 9 സിഫത്തുകൾ കാണാം. നമ്മൾ പാഠത്തിൽ 9 പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 എഴുതുക. ഇസ്തിഅലാ, ഖൽഖല, ഷിദ്ദത്ത്, തക്രീർ. അങ്ങനെ നിങ്ങൾ പഠിച്ച 2 ഇവിടെ എഴുതുക. മൂന്നാമത്തെ ചോദ്യം, ഖുറാഉൽ അശറ. നമ്മൾ 10 കാര്യങ്ങളുടെ പേര് പഠിച്ചിട്ടുണ്ട്. ഇമാം ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം നാഫിഉൽ മദനി റളിയല്ലാഹു അൻഹു, ഇമാം അബ്ദുല്ലാഹി ബിനുൽ കസീരിൽ മക്കി റളിയല്ലാഹു അൻഹു. ഇവിടെ 2 എഴുതിയാൽ മതി. മൂന്നാമത്തെ സെക്ഷൻ ഉത്തരം എഴുതാം. മൂന്നാമത്തെ സെക്ഷൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതലാണ്. 4 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, അതിൽ വരുന്ന ഒന്നാമത്തെ ഉപചോദ്യം, ഖുർആൻ മനഃപ്പാഠമാക്കിയ നിരവധി സ്വഹാബികൾ രക്തസാക്ഷികളായ യുദ്ധം ഏത്? യമാമ യുദ്ധത്തിലാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങളായ ഒരുപാട് സഹാബികൾ വഫാത്തായത്, ഷഹീദായത്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ള മുസ്ഹഫുകൾ ഏതിൻ്റെ മാതൃകയിലാണ് തയ്യാറാക്കപ്പെട്ടത്? മുസ്ഹഫ് ഉസ്മാനി. ഉത്തരം മുസ്ഹഫ് ഉസ്മാനി എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ ആദ്യമായി ഗ്രന്ഥരൂപത്തിൽ ശേഖരിച്ചത് ആരുടെ കാലത്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഖുർആൻ ആദ്യമായി ഗ്രന്ഥരൂപത്തിൽ ശേഖരിച്ചത്. നാലാമത്തെ ചോദ്യം, അൽ ലഹ്ന് 2 വിധം ഏതെല്ലാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലഹ്നുൽ ജലി, ലഹ്നുൽ ഖഫീ. അഞ്ചാമത്തെ ചോദ്യം, ഒരക്ഷരത്തിനുണ്ടാകാവുന്ന കൂടിയ സിഫത്തുകൾ എത്ര? 7 സിഫത്തുകൾ വരെ ഒരക്ഷരത്തിനുണ്ടാകാം എന്നതാണ് ഉത്തരം. നാലാമത്തെ സെക്ഷൻ വ്യക്തമാക്കാം എന്നതാണ്. ഷെയ്ഖുൽ ഖുറാ എന്നറിയപ്പെടുന്നത് ആര്? ഷെയ്ഖുൽ ഖുറാ എന്നറിയപ്പെടുന്നത് ഇമാം ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തത്, ഇമാം ആസിം ഖുർആൻ പഠിച്ചത് ആരിൽ നിന്നാണ്? അബൂ അബ്ദുറഹ്മാൻ ഹബീബ് സലമി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഇമാം ആസിം റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ചത്. മൂന്നാമത്തത്, ഖുർആൻ ക്രോഡീകരണത്തിന് നേതൃത്വം നൽകിയ സ്വഹാബി ആര്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ ക്രോഡീകരണത്തിന് നേതൃത്വം നൽകിയത്. 4. ലഹ്ന് എന്നതിൻ്റെ അർത്ഥം എന്ത്? ലഹ്ന് പിഴവ് എന്നർത്ഥം. നമുക്ക് തജ്വീദിൽ ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന പിഴവിനാണ് ലഹ്ന് എന്ന് പറയുന്നത്.
അപ്പോൾ ലഹ്നി എന്ന് വെച്ചാൽ ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന പിഴവുകൾക്കാണ് നമ്മൾ ലഹ്നി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, സിഫത്ത് എന്നാൽ എന്ത്? സിഫത്ത് എന്നാൽ എന്ത്? നമ്മൾ നിർബന്ധമായും സിഫത്ത് എന്താണെന്നും എത്ര സിഫത്തുകളുണ്ടെന്നും പ്രധാനപ്പെട്ട 9 സിഫത്തുകളും നമ്മൾ പഠിച്ചു വെക്കണം. സിഫത്ത് എന്നാൽ എന്ത്? അക്ഷരങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദ സ്വഭാവങ്ങൾക്കാണ് നമ്മൾ സിഫത്ത് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സെക്ഷൻ, ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ സനദ് പൂർത്തിയാക്കാം എന്നതാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ സനദു ഹഫ്സിൻ റളിയല്ലാഹു അൻഹു. ഒന്നാമത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത് നമ്മൾ പറഞ്ഞു സയ്യിദുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 3 അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അഞ്ചാമത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. 6 അബു അബ്ദുറഹ്മാൻ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു. ഇമാം ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു. ഇതാണ് സനദു ഹഫ്സിൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ സനദ് നിങ്ങളുടെ ഓർമ്മയിൽ എന്തായാലും ഉണ്ടാകണം. ഇത്രയുമാണ് കഴിഞ്ഞ വർഷം പാദവാർഷിക പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയങ്ങളുമായി വീണ്ടും പുതിയ വീഡിയോയുമായി എത്താം. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.